നമസ്കാരം. 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്ത് നികുതി ഇളവുകൾ പ്രാബല്യത്തിൽ. 90% ഉൽപ്പന്നങ്ങൾക്കും വില കുറയും. ഇളവുകളെപ്പറ്റി ബിജെപി വ്യാപക പ്രചാരണം നടത്തും. എംപിമാർ സ്വന്തം മണ്ഡലങ്ങളിൽ 2 പദയാത്ര നടത്തും. സ്വദേശി ക്യാമ്പയിനും തുടക്കം കുറിക്കും. അതേസമയം നികുതി വരുമാനം കുറയുമെന്ന ആശങ്കയിൽ സംസ്ഥാനം. കരുത്ത് തെളിയിക്കാൻ ഹൈന്ദവ സംഘടനകളുടെ ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത്. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നത്. പമ്പയിലെ സംഗമം പരാജയപ്പെട്ടു എന്ന ആരോപണങ്ങൾക്കിടെ ബിജെപി തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സംഗമം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുകൾക്കായി ഇന്ന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ വികസന സദസ്സുകൾ ബഹിഷ്കരിക്കും. H-1B ഫീസ് ഉടൻ പ്രാബല്യത്തിൽ വരും. പുതിയ അപേക്ഷകൾക്ക് $1,00,000 ഫീസ്. ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്ത്. താരിഫ് തർക്കം തുടരുന്നതിനിടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യാപാര ചർച്ചകൾക്കായി US-ലേക്ക്. വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാളും മറ്റുദ്യോഗസ്ഥരും അനുഗമിക്കുന്നുണ്ട്. വ്യാപാര കരാറിൽ ധാരണയ്ക്കായി US സംഘവുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി മൊറോക്കോയിൽ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള വിദേശ പ്രതിരോധ നിർമ്മാണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. മൊറോക്കൻ പ്രതിരോധ മന്ത്രി അബ്ദുൽ തിഫ് ലൌഡിയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച. വടക്കേ ആഫ്രിക്കൻ രാജ്യത്തേക്കുള്ള പ്രതിരോധ മന്ത്രിയുടെ ആദ്യ സന്ദർശനം പരസ്പര സഹകരണത്തിൽ നിർണായകമെന്ന് കേന്ദ്ര സർക്കാർ. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ 46 പലസ്തീനുകാർ കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ബോംബാക്രമണത്തിലാണ് 19 സ്ത്രീകളടക്കം 40 പേർ കൊല്ലപ്പെട്ടത്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നത് തടയാൻ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മുൻ മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ച കേസിൽ നടൻ ഉണ്ണി മുകുന്ദന് സമൻസ് അയച്ചു കോടതി. ഒക്ടോബർ 27 ഹാജരാകാൻ നിർദ്ദേശം. നോട്ടീസ് അയച്ചത് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം, നിയമനം എന്നിവയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഒരു പദവിയിൽ കുറഞ്ഞത് 2 വർഷം കാലാവധി വേണമെന്നും സ്ഥലമാറ്റത്തിനും നിയമനത്തിനും സിവിൽ സർവീസ് ബോർഡിന്റെ അനുമതി ആവശ്യമാണെന്നും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഇത് ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ. B. അശോകന്റെ സ്ഥലമാറ്റം തടഞ്ഞ CIT നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കേരള IAS അസോസിയേഷന് എതിർകക്ഷിയാക്കിയാണ് സർക്കാരിന്റെ ഹർജി. CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം. ഉദ്ഘാടന സമ്മേളനത്തിൽ ഇടതു പാർട്ടി നേതാക്കൾക്കൊപ്പം ക്യൂബൻ അംബാസഡറും പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ പ്രമേയവും സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും. D. രാജ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുകയാണെങ്കിൽ അമർജിത് കൌറിന് സാധ്യത. പാലിയക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ ഹൈക്കോടതി ഉത്തരവ് ഇന്ന്. വ്യവസ്ഥകളോടെ അനുമതി നൽകാൻ സാധ്യത. ഗതാഗത കുരുക്കിനെ തുടർന്ന് 1 മാസം മുൻപാണ് കോടതി ടോൾ പിരിവ് തടഞ്ഞത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. സൂപ്പർ 4 മത്സരത്തിൽ 172 റൺസ് പിന്തുടർന്ന ഇന്ത്യ 6 വിക്കറ്റിനാണ് പാകിസ്ഥാനെ തകർത്തത്. 74 റൺസെടുത്ത അഭിഷേക് ശർമ്മയുടെ മികവിൽ ഇന്ത്യ 7 പന്തുകൾ ശേഷിക്കെ വിജയലക്ഷ്യം മറികടന്നു. ശബരിമല സംരക്ഷണ സംഗമം ഇന്ന്.
കരുത്ത് തെളിയിക്കാൻ ഹൈന്ദവ സംഘടനകളുടെ ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത്. പമ്പയിലെ സംഗമം പരാജയപ്പെട്ടു എന്ന ആരോപണങ്ങൾക്കിടെയാണ് പന്തളത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നത്. ബിജെപി തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കുന്ന സംഗമം ഉദ്ഘാടനം ചെയ്യും. പമ്പയിലെ സംഗമത്തിൽ നിന്ന് വിട്ടുനിന്ന പന്തളം കൊട്ടാരം പ്രതിനിധികൾ അടക്കമുള്ളവർ പന്തളത്തെ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിപ്പ്. രാവിലെ മുതൽ ഉച്ചവരെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സെമിനാർ പന്തളത്ത് നടക്കും. വിവരങ്ങളുമായി ജി ശ്രീജിത്തും രഞ്ജിത്ത് രാമചന്ദ്രനും ചേരുന്നു പന്തളത്ത് നിന്നും. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് സംഗമം നടക്കുമ്പോൾ രാവിലെ സെമിനാറുകളാണ്. ഏതൊക്കെ വിഷയങ്ങളിലാണ് സെമിനാർ നടക്കുന്നത്? ആരൊക്കെ പങ്കെടുക്കുമെന്ന ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? പ്രവേശനവുമായി ബന്ധപ്പെട്ട ശ്രീത്ത് വലിയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലം കൂടിയാണ് പന്തളം. നാമജപ ഘോഷയാത്രയൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് മായാ നിൽക്കുന്ന വലിയ പ്രക്ഷോഭ പരിപാടികളുമായി ബന്ധപ്പെട്ട് പന്തളം സാക്ഷ്യം വഹിച്ച സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലേക്ക് വരുന്നത്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി, ശബരിമല സംരക്ഷണം, ശബരിമലയുടെ സുരക്ഷ, ഒപ്പം ഭക്തരുടെ സുഗമമായ ദർശനമൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട അജണ്ടയായി ഈ പരിപാടികളിൽ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അതിന് 10 മണിയോടുകൂടി ഈ സെമിനാറുകൾ ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സ്വാമിമാരടക്കം ഈ പരിപാടിയുടെ ഭാഗമാണ്. അവകാശപ്പെടുന്നത് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാകും ഇത് എന്നുള്ളതാണ്. പമ്പയിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ അശ്വതി പറഞ്ഞത് സ്വാഭാവികമായും ഒരു കരുത്തുകാട്ടൽ കൂടിയാകും ഈ സംഗമവേദി എന്നതിൽ സംശയമില്ല. ശ്രീധർ, രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നു ഈ സംഗമത്തിൽ ആളുകൾ ഉണ്ടാകുമെന്ന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലരും വിട്ടുനിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ NSSും SNDP പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പന്തളം കൊട്ടാരം വിട്ടുനിന്നു. അതോടൊപ്പം തന്നെ ഐക്യമലയേരെ മഹാസഭ വിട്ടുനിന്നു. ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ടതായ ചില പ്രതിഷേധങ്ങളായി ഉയർന്നു വന്നൊരു സാഹചര്യം. അതിനിടെ എടുത്തു കാണേണ്ടതാണ്, നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ്, പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളോട് രാവിലെ സംസാരിച്ചപ്പോഴും PN നാരായണവർമ്മ അടക്കമുള്ളവർ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അയ്യപ്പന്റെ മണ്ണാണ്, വിശ്വാസികൾ ഇവിടെ ഒഴുകിയെത്തും, ഇതിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പ്രചരണത്തിന്റെയും ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ജനപങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ഒരല്പം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ സെമിനാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കും. ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് സെമിനാർ ആരംഭിക്കുക. അങ്ങനെ ഈ വിട്ടുനിന്നു സർക്കാരുമായി ഇടഞ്ഞു നിന്ന ചില വിഭാഗങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അൽ വിളയിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സംഘാടക സമിതിയുടെ പ്രധാനപ്പെട്ട ഒരാൾ കൂടി അദ്ദേഹം. എന്താണ് നമ്മൾ ഇതിന്റെ ലക്ഷ്യം വെക്കുന്നത്? പ്രത്യേകിച്ച് പന്തളത്തിന്റെ മണ്ണിലാണ് ഈ പുതിയൊരു പരിപാടി. മണികണ്ഠസ്വാമിയുടെ പാദസ്പർശമേറ്റ പുണ്യമായ പ്രദേശമാണ് ഈ പന്തളം. ശബരിമലയിലെ ആചാരാനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി ഭക്തജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ ഇടയായ ഒരു സ്ഥലവും പന്തളം തന്നെയാണ്. കഴിഞ്ഞ ദിവസം സർക്കാർ അവിടെ ചില വികസന പരിപാടികളെപ്പറ്റി ആലോചിക്കാൻ സ്പോൺസേർഡായിട്ടുള്ള മുതലാളിമാരുടെ ഒരു സംഗമം നടത്തി. ഞങ്ങൾ അതിനെതിരല്ല, അതിന് ബദലായിട്ടുമല്ല. ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ചില വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനമാണ് ശബരിമലയിൽ ആവശ്യം എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഇന്നേ തീയതിയിൽ ഇവിടെ ഈ സംഗമം നടത്തുന്നത്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ 3 വിഷയങ്ങളാണ്: ശബരിമലയിലെ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശബരിമലയുടെ വികസനം, ശബരിമലയുടെ സുരക്ഷ. ഈ 3 കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു സെമിനാറുകളാണ് ഇവിടെ നടപ്പാക്കുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും ആ സെമിനാറുകളിൽ പങ്കെടുക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ആ അഭിപ്രായങ്ങൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഒക്കെ കൈമാറാനുമാണ് ഉദ്ദേശിക്കുന്നത്. ശബരിമലയിലെ സുരക്ഷാ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ശബരിമല നമുക്കറിയാം, പുൽമേട് ദുരന്തമുണ്ടായപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തിയ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാറാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനായിരുന്ന ശ്രീ അഡ്വക്കേറ്റ് G രാമൻ നായർ സാറാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവതരിപ്പിക്കുക. അത്തരത്തിൽ പ്രഗത്ഭരായ വ്യക്തികളാൽ സമ്പന്നമാണ് ഈ ഭാരതത്തിലെ മിക്കവാറും എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള പ്രതിനിധികളുണ്ട്. വിദേശ രാജ്യങ്ങൾ, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൽ അയ്യപ്പ സംഗമം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതുമായിട്ട് എന്ത് വ്യത്യാസമാണ് കാണുന്നത് ഈ ഒരു സംഗമം? ദേവസ്വം ബോർഡിന്റെ വെച്ചാൽ സംഘടിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു ചടങ്ങാണ്. അവർക്ക് വോട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അല്ലാതെ ഭക്തന്റെ വികാരങ്ങളോ ശബരിമലയെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു പരിപാടി ആയിരുന്നില്ല. അതിന് വിരുദ്ധമായിട്ടാണ് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത്. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം, അതിൽ കൂടെ വികസനം വേണമെന്നുള്ളതാണ് ഉദ്ദേശം. അതാണ് ശ്രീത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ വേദിയിൽ സോപാന സംഗീതമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിരവധിയായ ഭക്തർ, അതായത് സ്വാമിമാരുടെ ഒരു സാന്നിധ്യം
വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ നിരവധി സ്വാമിമാരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതില് നമുക്കറിയാം വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ, ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി കൈലാസാനന്ദ സരസ്വതി, സ്വാമി രാജേന്ദ്രാനന്ദ സരസ്വതി, അങ്ങനെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള വിവിധ സ്വാമിമാർ ഈ പരിപാടിയുടെ ഭാഗമാകുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഏറെ വലിയ തോതിൽ വിശ്വാസികളെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായി കൂടി ഇതിനെ മാറ്റാനുള്ള ശ്രമമാണ് സംഘാടകർ നടത്തുന്നത്. ശ്രീധർ രഞ്ജിത്ത്, തീർച്ചയായും എന്തായാലും ഈ പരിപാടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഹാളിൽ പലതരത്തിലുള്ള എന്താ പറയുക സോപാന സംഗീതം പോലുള്ളവ ആരംഭിച്ചിരിക്കുന്നു. ഇനി അല്പസമയം കൂടി കഴിഞ്ഞാലാണ് ഈ ഒരു പരിപാടിയുടെ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടനം ഉണ്ടാകുക. അത് സെമിനാറിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഉണ്ടാകുക. 3 വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒന്ന് വിശ്വാസം, ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ശബരിമലയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ടി പി സെൻകുമാറിനെ പോലുള്ള ഒരുപക്ഷെ ബി.ജെ.പിയുമായി ചേർന്ന് നിൽക്കുന്നു, ഇത്തരം വിശ്വാസങ്ങളുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന ആൾ കൂടിയാണ് മുൻ DGP. അദ്ദേഹം പങ്കെടുക്കുന്നു. അങ്ങനെ ഈ ഏതാണ്ട് ഉച്ച വരെയുള്ള പരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഒരു വലിയ സംഗമമായി അത് അത്തരം ചർച്ചകളായി അത് മാറും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് കുറച്ച് താഴേക്ക് പോകാം എന്ന് കരുതിയാണ് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ നേതാക്കളൊക്കെ പലരും വരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് അവരുടെ കൂടി പ്രതികരണം ഇതിൽ എടുക്കാം എന്ന് കരുതുകയാണ്. തീർച്ചയായും വിശ്വാസികളുടെ ഒരു വലിയ സംഗമമായി ഇത് മാറ്റിയെടുക്കുക എന്ന ഒരു തന്ത്രം തന്നെയാണ് ഇതിലുള്ളത്. നമ്മൾ ഇവിടെ എത്തുന്നവരെ കുറിയൊക്കെ അണിയിച്ചുകൊണ്ടാണ് ഇവിടേക്ക് കയറ്റിവിടുന്നത്. പങ്കെടുക്കാൻ വന്ന ആളുകളുടെ രജിസ്ട്രേഷൻ നടക്കുകയാണ്. അതിന്റെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടാൻ തോന്നുന്നു. കാരണം ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ദേവസ്വം ബോർഡിന്റെ സംഗമത്തിൽ പങ്കെടുക്കാത്ത നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. നമസ്കാരം സാർ. അപ്പം സംഗമത്തിന്റെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ്. എന്താണ് ഇതിന്റെ ഒരു ലക്ഷ്യം? എന്താണ് ഈ സംഗമം? ഇത് യഥാർത്ഥ ഭക്തന്മാരുടെ കൂട്ടായ്മ, അല്ലാതെ ശബരിമലയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് ആധികാരികമായിട്ട് അഭിപ്രായം പറയാനും വർഷങ്ങളായിട്ട് ശബരിമല ദർശനം നടന്നവരും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഭംഗിയായി കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മ. ഇതൊരു പുതിയ കാര്യമല്ല. ഞങ്ങളിതിനു മുമ്പ് എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാറുണ്ട്. അതാത് കാര്യങ്ങൾ തീർത്ഥാടനം സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്താറുണ്ട്. കൂടുതൽ ആളുകൾ വരുമ്പോൾ ഉണ്ടാവേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, നിർദ്ദേശങ്ങൾ സമർപ്പിക്കാറുണ്ട്. അങ്ങനെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ ഭക്തന്മാരുടെ കൂട്ടായ്മ, അത്രയേ ഉള്ളൂ. ഈ നേരത്തെ ഒരു സംഗമം മിനിഞ്ഞാന്ന് ദേവസ്വം ബോർഡ് നടന്നിരുന്നല്ലോ. അതിലെന്ത് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ ആഗോളമല്ലേ? ഈ രാജ്യത്തെ അയ്യപ്പ ഭക്തന്മാരുടെ സംഗമമാണ്. അത് ഒത്തിരി പാപങ്ങൾ ചെയ്തവരെ ഈ പമ്പയുടെ തീരത്ത് നമ്മൾ ബലിയിടുകയും പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പമ്പ പുണ്യനദിയാണ്. അതിന്റെ തീരത്ത് പാപം ചെയ്ത ആളുകളുടെ ഒരു കൂട്ടായ്മ. ഞാൻ അപ്പുറത്തേക്ക് പറഞ്ഞു അതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. ഇയാള് എണ്ണത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു വിവാദം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ എണ്ണി നോക്കാൻ പോയിട്ടില്ല. കാരണം ശബരിമല സീസൺ സമയമാണ്, ദർശന സമയമാണ്. അപ്പോൾ ധാരാളം ആൾക്കാർ അവിടെ വരും. കുറെ ആൾക്കാർ അവിടെ വന്ന് കയറി ഇരുന്ന് കാണും. ഭക്ഷണമൊക്കെ ഉണ്ട സമയമല്ലേ, അതുകൊണ്ട് കുറെ ആൾക്കാർ വന്ന് കാണും. അല്ലാതെ ഒരു ഭക്തജനങ്ങളുടെ കൂട്ടായ്മയായിട്ടൊന്നും ഞങ്ങളതിനെ കാണുന്നുമില്ല. അതിനുള്ള അത്ര ഒരു ഗൗരവത്തോടു കൂടി അതിനെ സമീപിക്കുന്നുമില്ല. രഞ്ജിത്ത്, PN നാരായണവർമ്മ അവിടെ സംസാരിച്ചിട്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും സംഘടനയുമായി ചേർന്നാണോ ഭക്ത എന്നുള്ള നിലയിൽ വരുന്നതാണോ? എന്തോ അതെ, നാഷണൽ ഹിന്ദു ലീഗിന്റെ ഇതിലാണ് ഞങ്ങൾ വന്നത്. ഇവിടെ പന്തളത്ത് തന്നെയാണോ അതോ? അല്ല, ഞാൻ എറണാകുളമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് ആളുകൾ വരുന്നുണ്ട്. എന്തായാലും തൊട്ടപ്പുറത്ത് PN നാരായണവർമ്മയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കണം. അദ്ദേഹമാണ് ഈ ശബരിമല സംഗമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഒരു കാര്യം, ഈ ഇന്നത്തെ ഒരു സംഗമം എങ്ങനെയാണ്, എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? വളരെ പ്രാധാന്യം, ഭക്തജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിന്റെ ഒരു നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ ആരും വിളിച്ചില്ല, ഭഗവാന്റെ ഭക്തരാണ് വരുന്നത്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഭക്തർ വരും. പ്രത്യേകിച്ചും പന്തളത്തിന്റെ മണ്ണിൽ, ആ അയ്യപ്പൻ ഓടി നടന്ന മണ്ണിൽ ആരെയും നമ്മൾ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, അവരിങ്ങോട്ട് വരികയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഈ സർക്കാരിന്റെ പരിപാടിയിൽ കൊട്ടാരം പങ്കെടുത്തിരുന്നില്ല, ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ല, സർക്കാരിന്റെ പരിപാടി അതുകൊണ്ടല്ല, കൊട്ടാരത്തിൽ അവർ അശുദ്ധിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൊട്ടാരത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള സെക്രട്ടറി പ്രസിഡന്റ് അവർക്കൊന്നും എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് കാരണം അവരുടെ സ്വന്തം ആൾക്കാരാണ് മരിച്ചത്. അതുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് ആൾക്കാരുണ്ടാവും, അംഗങ്ങളുണ്ടാവും. ഇത് പങ്കെടുക്കുന്നാലും അങ്ങനെ ആചാരപരമായ കാര്യങ്ങൾ അവർ മുന്നിൽ ഉണ്ടാവില്ല. അതാണ് ഈ
ആ സംഗമത്തിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അത് സംഗമം നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ടല്ലോ. ഞാൻ പ്രത്യേകം വിലയിരുത്തേണ്ട കാര്യമില്ല. കാരണം അത് ഭക്തർ വിലയിരുത്തി. ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഭക്തർ വരുള്ളൂ. അത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് കാണിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഇനി പ്രത്യേക അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതിനൊരു ബദലല്ല ഇത് യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ്. ശബരിമലയിലെ ഭഗവാനെ സ്നേഹിക്കുന്ന, ഭഗവാന്റെ എല്ലാം വിശ്വാസങ്ങൾ അടിയുറച്ച് മുന്നോട്ട് പോകാൻ വ്രതമെടുത്ത ഭക്തരുടെ സംഗമമാണ് ഇവിടെ. ഈ ശബരിമലയുടെ വികസനം അല്ലെ ഭക്തി അത്തരം കാര്യങ്ങളിൽ ഈ സംഗമം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? എങ്ങനെയാണ് അത്? വിശ്വാസത്തോടൊപ്പം വികസനം, അതാണ് ഇതിന്റെ ഈ പ്രാധാന്യമുള്ളത്. അതിനെക്കുറിച്ചുള്ള സെമിനാറുകളുണ്ട്. അതിൽ വരുന്ന രൂപരേഖകൾ തീർച്ചയായും ചർച്ച ചെയ്ത് അതിന് വേണ്ടതായ രീതിയിൽ നമ്മൾ ഭക്തജന സമൂഹത്തോടും അതുപോലെ ബന്ധപ്പെട്ടവർക്കും അത് നൽകുന്നതാണ്. നാമജപ ഘോഷയാത്ര വലിയൊരു ജനസഞ്ചയമായിരുന്നു പന്തളത്ത് അന്നുണ്ടായിരുന്നത്. ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞുള്ള സംഗമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്തർ കൂടുതൽ കൂടുന്ന സംഗമം. അത് എത്രത്തോളം ആള് വരും എന്നാണ് പ്രതീക്ഷ? ഭക്തരെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം 2018 നമ്മൾ 3000 പേരെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അന്ന് എത്ര പേര് വന്നു അന്നത്തെ വീഡിയോ ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ പഴയ 20,000 പേരോളം വന്നു. അപ്പോൾ ഇന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് ഭക്തരുടെ മനസ്സിലെ വികാരമാണ്. ഭഗവാൻ എന്നുള്ള ആ ഒരു ഭക്തിയുടെ പേരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ടാകും. രഞ്ജിത്ത് PM നാരായണവർമ്മയുടെ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ്. രഞ്ജിത്ത് നേരത്തെ കുമ്മനം അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു, മറ്റ് SGR കുമാർ നിൽപ്പുണ്ട്. ഈ ഒരു മിനിറ്റ് എങ്ങനെയാണ് ഇന്നത്തെ ഒരു സംഗമത്തിന്റെ ഒരു ഇപ്പോ അപ്പുറത്തൊരു സംഗമം നടക്കുന്നു, അതിന് ബദലാണെന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നത്? സംഗമം നടക്കുന്നില്ല, കഴിഞ്ഞ ആഴ്ചയാണ്. നമ്മുടെ സംഗമം ഒരിക്കലും ഒന്നിനും ബദലല്ല. ഇതാണ് യഥാർത്ഥ സംഗമം. ഇത് അയ്യപ്പ ഭക്തന്മാരുടെ സംഗമമാണ്, സർക്കാരിന്റെ സംഗമമല്ല. അതാണ് അതിന്റെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് നമ്മളാരും ബദലോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നേരത്തെ പ്രകടമാക്കിയത് അവർ നടക്കുന്നവർ പോകുന്നവർ പൊക്കോട്ടെ, നമ്മളാരും തടഞ്ഞിട്ടില്ല. നമ്മളത് നടത്തുന്നതിന് വിമർശിച്ചിട്ടുണ്ട്. കാരണം സർക്കാർ നിലപാട് തെറ്റാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് നമ്മൾ ചൂണ്ടിക്കാട്ടി നമ്മൾ കേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ട്രാവൻകൂർ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആക്ട് പ്രകാരം ദേവസ്വം ബോർഡിന് ആ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾക്കല്ലാതെ പണം ഉപയോഗിക്കാൻ പാടില്ല നിയമമുണ്ട്. ഒരിക്കലും മതകാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തില് കേരള സർക്കാരും ദേവസ്വം ബോർഡും അവർ നടപടിയിലേക്ക് ഇന്ന് തെറ്റാണ്, ഭരണഘടനാപരമായ തെറ്റാണ്, ധാർമ്മികതയില്ല. വികസനം എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമലയുടെ വികസനം ഇന്നാണോ വികസനം? ഈ 6 മാസത്തെ തെരഞ്ഞെടുപ്പിലാണോ? ഇവർ ഈ 9 വർഷം എന്ത് ചെയ്യായിരുന്നു? ഈ ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ കർമ്മസഭയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റിനെ കൊണ്ട് വളരെ വിശദമായ ഒരു നിവേദനം കൊടുത്തിരുന്നു. കൃത്യമായ വികസനം നമ്മൾ വികസനം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ഒരുപാട് ആശയങ്ങൾ അതിൽ ഉരുത്തിരിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് കെട്ടിടങ്ങളൊക്കെ ഒഴിവാക്കുക. അല്ല, അത്തരം ആശയങ്ങൾ നമ്മൾ കെട്ടിടങ്ങൾ ഒഴിവാക്കുകയല്ല. നമ്മളും നേരത്തെ പോലെ പറയും, വർഷങ്ങളായിട്ട് ഇവരിപ്പോഴാണല്ലോ പറയുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യം, യാതൊരു കാരണവശാലും അനധികൃതമായ കൺസ്ട്രക്ഷൻ പാടില്ല, അനാവശ്യ കൺസ്ട്രക്ഷൻ പാടില്ല, ഹാപ്പസാർഡ് കൺസ്ട്രക്ഷൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസൈൻ. ലോകത്തിൽ നമ്മൾ എവിടെ സൂചിച്ചാലും മനസ്സിലാകും. ഇപ്പൊ എന്ത് ദൂരപ്പുണ്ട് തിരുപ്പതി, എത്ര പെർഫെക്റ്റ് ഡിസൈൻഡാണ്. ഇവിടെ ഓരോ മാറി വരുന്ന സർക്കാരും മാറി വരുന്ന ദേവസ്വം ബോർഡും അവർക്ക് തോന്നിയ പോലെ അവിടെ ഇവിടെ കൊണ്ട് ഇതിനകത്തൊരു പേപ്പർ മാറി വരുന്ന പേപ്പർ സർക്കാരുകൾ അവർക്ക് തോന്നിയ പോലെ അവിടെ ബിൽഡ് ചെയ്യണം. ആക്ച്വലി പെർഫെക്റ്റ് ഇൻസൈൻ ആക്ടിവിറ്റിയാണ്. രണ്ടാമത് ഇങ്ങനെ പറഞ്ഞ വികസനത്തിന്റെ കാര്യം പറഞ്ഞത്, വികസനത്തിന് ഇലക്ഷന് 6 മാസം മുമ്പാണ് വികസനത്തെ കുറിച്ച് ആലോചിക്കുന്നത്. ഇനി ഇവർ വികസനത്തെ കുറിച്ച് എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ ഈ സർക്കാർ ഉണ്ടാകുമെന്ന് എന്താ ഉറപ്പ്? ഇത് പണമാണല്ലോ പ്രധാനപ്പെട്ട ഒന്ന്. ഈ പണത്തിന് ധനസമാഹരണ മാർഗമായി കൂടി അതിനെ കണ്ടെത്തുന്നതിൽ തെറ്റുണ്ടോ? അല്ല ഒരു സംഗമത്തെ അല്ലല്ല, തീർച്ചയായിട്ടും ദേവസ്വം കൊണ്ട് ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ സർക്കാരിൽ നമ്മൾ കേസ് കൊടുത്തപ്പോ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലമുണ്ട് കോടതിയിൽ. മാത്രമല്ല സർക്കാർ വക്കീലും ദേവസ്വം ബോർഡ് വക്കീലും കോടതി പറഞ്ഞത്, തുടക്കത്തിൽ സർക്കാരിനോട് കോടതി ചോദിച്ചത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് വെച്ചാൽ അവർക്ക് ഉദ്ദേശം അറിയില്ല. ദേവസ്വം ബോർഡ് വെച്ചപ്പോൾ അവർക്കറിയില്ല. പിന്നീട് അവർ പലതും മാറി വരും. രണ്ടാമത് ആരാണ് പണം ചെലവാക്കുന്ന ഉത്തരവില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ യാതൊരു ഉത്തരവ് അവർ കൊടുത്തിട്ടില്ല. പിന്നീടാണ് അവർ പലതും സൃഷ്ടിച്ച് പത്രമാധ്യമത്തിലാണ് പറഞ്ഞത് ഇത്തരത്തില് പ്രിവിലേജ് കാർഡ്. ഞാൻ ചോദിക്കുന്നത്, തത്വമസിയുടെ ആദർശം വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. തത്വമസിയുടെ ആദർശം ഇങ്ങനെ വിഭിന്നത സൃഷ്ടിക്കുകയാണോ, വിഭാഗീയ സൃഷ്ടിക്കുകയാണോ? അല്ലല്ലോ. ശരി, ശബരിമലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സമൂഹത്തെയും ഒന്നിച്ചു കൂട്ടുകയാണ്. പക്ഷെ ഇവരവിടെ വിഭാഗീയം സൃഷ്ടിക്കാൻ നോക്കുന്നു, പണക്കാരനും പാവപ്പെട്ടവനും. നമ്മൾ എന്തുകൊണ്ട് കറുപ്പെടുത്ത ശബരിമല പോകുന്നു വെച്ചാൽ എല്ലാവരും ഒരുപോലെ തന്നെ നമ്മൾ കാണണമെന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും KP ശശികല അവർ ഹിന്ദു ഐക്യവേദിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ്. ടീച്ചറെ, ഈ ഒരു സംഗമം വലിയ വാർത്തകൾ ഇടം പിടിച്ചിരുന്നു. എന്താണ് ഇതിലൂടെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? മഹാക്ഷേത്രങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കണം എന്നവരുടെ ആദ്യത്തെ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ മാർഗമാണ്. ലക്ഷ്യം സനാതന ധർമ്മത്തെ നശിപ്പിക്കുക എന്നുള്ളത്, അതിന്റെ മാർഗം മഹാക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്.
അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2008 ഒരു ജയമാല വിവാദം തുടങ്ങിയിടത്താണ് 10 വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പ ഭക്തർ കണ്ണീരും കയ്യുമണിഞ്ഞ് നിൽക്കേണ്ടി വന്നത്. ഇവിടെ ഇപ്പോ ഒരുപക്ഷെ അന്ന് അയ്യപ്പ ഭക്തന്മാരെ പീഡിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ഇന്ന് അയ്യപ്പ ഭക്തന്മാരെ നക്കിക്കൊല്ലുകൊണ്ടാണെങ്കിലും എങ്ങനെ ഏത് രൂപത്തിലാണ് നശിപ്പിക്കുക നമുക്ക് പറയാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ശബരിമല കേരളത്തിന്റെ പുണ്യമാണ്. ശബരിമല സംരക്ഷിച്ചേ മതിയാകുള്ളൂ. ശബരിമല സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസം ആദ്യം സംരക്ഷിക്കണം. വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമേ ശബരിമലയിൽ വേണ്ടൂ. വികസനം വേണം. അയ്യപ്പ ഭക്തർക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം പമ്പയിലെത്തിയ മഹാരഥന്മാർക്ക് ഒരുക്കിയ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ അത്യാവശ്യം കുടിവെള്ളത്തിനുള്ള സൗകര്യം, മലമൂത്ര വിസർജനത്തിന് അത്തരം സൗകര്യങ്ങൾ വിരിവെക്കാനുള്ള സൗകര്യം, ഇതിനൊക്കെ വേണ്ടിയാണ് ശബരിമലയുടെ ആകമാനമുള്ള വികസനത്തിന് വേണ്ടിയാണ് ആ സംഗമവും നടത്തിയെന്നാണ് പറയുന്നത്. ആ വികസനത്തിൽ വിശ്വാസം ഘടകമായിട്ടില്ല. വികസനം എന്ന് പറഞ്ഞാൽ കണ്ണു മൂക്കില്ലാത്ത വികസനം ശബരിമലയിൽ പറ്റില്ല. കാരണം അവിടുത്തെ പ്രകൃതി, അവിടുത്തെ വന്യജീവികളെ ഇവരെയൊക്കെ സംരക്ഷിക്കണം. കാരണം അയ്യപ്പൻ അവരുടെയൊക്കെ കാവൽക്കാരൻ കൂടിയാണ്. അല്ലെങ്കിൽ അവരുടെ സംരക്ഷണയിലാണ് അയ്യപ്പൻ അവിടെ എന്ന് പറയാം. അപ്പൊ ആ പ്രകൃതിക്കോ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കോ കേടുപറ്റാതെ എന്നാൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലുള്ള വികസനം വേണം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വികസനം വേണം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ധർമ്മസ്ഥലയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ശബരിമലയുടെ സുരക്ഷ ഒരു വലിയ വിഷയമാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾക്ക് കേരളത്തിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നവര്, സമുദായ സംഘടനാ നേതൃത്വം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവർ കൂടിയിരുന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഈ 3 കാര്യം: വിശ്വാസം, വികസനം, സുരക്ഷ. ആ സംഗമത്തെക്കുറിച്ച് പല വിമർശനങ്ങളും, ആളില്ലാത്ത കാര്യം, ഇതൊക്കെ വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഇവിടെ വളരെ അഭിമാനം തോന്നുന്നു ആ സംഗമം കണ്ടത്. കാരണം മറ്റൊന്ന്, അയ്യപ്പ ഭക്തർ അത് സ്വയം ബഹിഷ്കരിച്ചു. ഒരു വലിയ സർക്കാർ മെഷീനറി അതിന്റെ പുറകിലുണ്ടായിരുന്നു, നിർബന്ധം അതിന്റെ പുറകിലുണ്ടായിരുന്നു, കോടിക്കണക്കിന് രൂപയുണ്ടായിരുന്നു. ഇത്രയും ഉണ്ടായിട്ടും അവർക്ക് ആ കസേരകൾ നിറയ്ക്കാൻ കഴിഞ്ഞില്ല. എന്റെയൊക്കെ മനസ്സിൽ തോന്നുന്നു ഒരു കേഡർ സംവിധാനം CPM-നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഏരിയ കമ്മിറ്റിയോട് ആളെ കൊണ്ടിരുത്താൻ പറഞ്ഞാൽ ആ കസേരകൾ നിറയുമായിരുന്നു. പക്ഷെ അവർക്ക് പറയാൻ നിർവാഹമില്ല. കാരണം പത്തനംതിട്ടക്കാർ അയ്യപ്പ ഭക്തര്, അവര് വരില്ല. ഇത് നമ്മൾ നവോത്ഥാന മതിലിലും കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും പൊളിഞ്ഞു പോയി. ഇത്രയും വലിയ സംവിധാനം ഉണ്ടായിട്ട് പൊളിഞ്ഞു. കാരണം അയ്യപ്പ ഭക്തർക്ക് അറിയാം എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ്. ഈ സംഘപരിവാർ രഹസ്യമായി ഈ ബുക്കിംഗ് 5000 പേരുടെ ബുക്ക് ചെയ്ത് ആളെ പറ്റിച്ചതാണ്, അവര് പിന്നെ പോരുന്നൊരു അടക്കം പറച്ചില്ല. ഇത്രയും കഴിവ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അവാർഡ് തരാൻ പറഞ്ഞു. അല്ല, അത് ശരിയാ. അങ്ങനെയല്ല, ആ കസേരയിലൊക്കെ ആളുണ്ട്. പക്ഷേ CPM-ന്റെ ആളുകൾ നോക്കുമ്പോഴേ കാണുള്ളൂ. അയ്യപ്പ ഭക്തർ നോക്കുമ്പോൾ അവർ ഇൻവിസിബിളാണ്. അങ്ങനെ അത്ഭുതമുള്ള ആളുകളായിരുന്നു അവിടെ. ഈ സംഗമവുമായി ബന്ധപ്പെട്ട എന്ത് നിർദ്ദേശം ഉണ്ടെങ്കിലും അതും സർക്കാർ സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് ദേവസ്വം മന്ത്രി ഇന്നലെ പറഞ്ഞത്. തീർച്ചയായും സർക്കാരിലൂടെ നടപ്പാൻ സാധിക്കും എന്നുള്ളത് സർക്കാർ അത്തരമൊരു മനംമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. നിർദ്ദേശം ഞങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. നടത്താനുള്ള സമ്മർദ്ദ ശക്തിയായി പെരുമാറുകയും ചെയ്യും. വലിയ തോതിലുള്ള ക്രമീകരണങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. യഥാർത്ഥ ഭക്തരുടെ സംഘവുമാണ് പന്തളത്ത് എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദവും സംഘാടകരുടെ. അതേസമയം നികുതി വരുമാനം കുറയുമെന്ന ആശങ്കയിലാണ് സംസ്ഥാനം. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണനും തിരുവനന്തപുരത്തു നിന്നും VV അരുണും ചേരുന്നു. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, നികുതി ഇളവ് പ്രാബല്യത്തിൽ ഇന്ന് വന്നിരിക്കുകയാണ്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ്. ഏതിനൊക്കെയാണ് വില കുറയുന്നത് എന്നുള്ളതുകൂടി ഉറ്റുനോക്കുകയാണ് സാധാരണക്കാർ. അശ്വതി, വലിയ രീതിയിലുള്ള വിലക്കുറവുകളാണ് ഇനി മുതൽ നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക്, സാധാരണക്കാർക്ക്, പ്രധാനമായും സാധാരണക്കാർക്ക് അനുഭവപ്പെടുക. നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ, ദിവസേന വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വലിയ രീതിയിലുള്ള വിലക്കുറവാണ് ഇനി വരാൻ പോകുന്നത്. നമുക്കതൊന്ന് നോക്കാം. ആദ്യം വെണ്ണ, നെയ്യ്, അതുപോലെ പാലുൽപ്പന്നങ്ങൾ, ഷാംപൂ, ഹെയർ ഓയിൽ, ടൂത്ത് പേസ്റ്റ് തുടങ്ങി നമ്മൾ രാവിലെ നമ്മൾ കണ്ണു തുറന്ന് എണീക്കുന്നത് മുതൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങൾക്കും 5% നികുതി കുറച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിലക്കുറവ് ഇനി ഉണ്ടാകും. അതുപോലെ കുട്ടികളുടെ നാപ്കിൻ, ക്ലിനിക്കൽ ഡയപ്പർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് വില കുറയും. പിന്നെ വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ്, നമ്മൾ എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്ന ലൈഫ് ഇൻഷുറൻസ്, നമ്മുടെ ആരോഗ്യമായിട്ടുള്ള ഇൻഷുറൻസ് എല്ലാം, അതിനെല്ലാത്തിനും ഇനിയിപ്പോൾ നികുതി കുറയുന്നതാണ്. അതുപോലെ കണ്ണട, AC, വാഷിംഗ് മെഷീൻ, 32 ഇഞ്ചിന് മുകളിലുള്ള TV, മോണിറ്റർ, പ്രൊജക്ടർ, ഇത്തരത്തിൽ ഹോം അപ്ലയൻസസിന് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും വില കുറയും. ഇപ്പോൾ 28% GST ആയിരുന്നത് 18%, ഹോം അപ്ലയൻസസിൽ 28% ഇതുവരെ നികുതി, അത് 18% കുറയും. അങ്ങനെ ഇപ്പോൾ 1000 രൂപയ്ക്ക് നമ്മൾ ഒരു അപ്ലയൻസ് വാങ്ങുകയാണെങ്കിൽ അതിൽ 100 രൂപ വരെ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ
350 cc താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ, അതുപോലെ 3 ചക്ര വാഹനങ്ങൾ ഇവയ്ക്കും വില കുറയും. അതിൽ 28% അതിനും GST, അത് 18% കുറയും. അതുപോലെ 4 ചക്ര വാഹനങ്ങൾ, കാറുകൾക്കും 20 ലക്ഷത്തിന് താഴെയുള്ള കാറുകൾക്കും ഇനി വില കുറയും. 99,000 രൂപ വരെയൊക്കെയാണ് പല കാർ കമ്പനികളും ഇപ്പോൾ തന്നെ വില കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇന്ന് മുതൽ തന്നെ നമുക്ക് പ്രാബല്യത്തിൽ വരും. ഇന്ന് മുതൽ കാർ ബുക്ക് ചെയ്യുന്നവർക്ക് അത്തരത്തിൽ 1 ലക്ഷം രൂപയോളം വില കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ മാർബിൾ, ഗ്രാനൈറ്റ്, സിമൻറ്റ്, കാർഷികോൽപ്പന്നങ്ങൾ, വസ്ത്രമേഖലയിലെ 2,500 രൂപയ്ക്ക് താഴെയുള്ള വസ്ത്രങ്ങൾ ഇവയ്ക്കെല്ലാം വില കുറയും. അതിൽ മാർബിളിനും ഗ്രാനൈറ്റ്, സിമൻറ്റ് ഇതിനൊക്കെ വില കുറയുന്നത് സംസ്ഥാന സർക്കാരിനെ കൂടെ ബാധിക്കും. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ വില കൂടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അധികം ഉപയോഗിക്കാത്ത എന്നാൽ ലക്ഷറീസ് ആയിട്ടുള്ള സാധനങ്ങൾക്കാണ് വില കൂടുന്നത്. അതിൽ ആഡംബര വാഹനങ്ങളുണ്ട്, അതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ, പാൻ മസാല, ലോട്ടറിക്ക് വില കൂടുന്നത്, ലോട്ടറി ടിക്കറ്റിന് വില കൂടില്ല, പക്ഷേ ലോട്ടറിയുടെ സമ്മാന തുകയിലായിരിക്കും മാറ്റം വരിക. അതുപോലെ ഏജൻറ്റ് കമ്മീഷനിലും മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ അതുപോലെ 20 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്കും വില കുറയും. ഈ അടുത്തിടെയായിട്ടൊരു ട്രെൻഡ് കാണുന്നത് ഇലക്ട്രിക് വാഹന മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു വിപണിയിൽ വലിയ രീതിയിലുള്ളൊരു കുതിച്ചുചാട്ടമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കൂടുന്നത്. അതുപോലെ 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന വാഹനങ്ങൾ, 2,500 രൂപയ്ക്ക് കൂടുതലുള്ള വസ്ത്രങ്ങൾ ഇവയ്ക്കെല്ലാം വില കൂടുന്നുണ്ട്. കാർബണേറ്റഡ് പാനീയങ്ങൾ, നമ്മുടെ പെപ്സി, കൊക്കക്കോള, ഫ്രൂട്ടി തുടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ നമ്മളതൊന്നും അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്തരത്തിലുള്ള പാനീയങ്ങൾക്കും വില കൂടുന്നൊരു സാഹചര്യമുണ്ട്, GST കൂടുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഉപയോഗം വരുന്ന, ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കെല്ലാം വില കുറയുന്നൊരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഈ വിലക്കുറവ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെങ്കിലും GST രജിസ്ട്രേഷനുള്ള കമ്പനികൾക്കും അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് മാത്രമേ ഈ തൽക്കാലം ഈ ഇളവ് പ്രാബല്യത്തിൽ വരുള്ളൂ. കാരണം GST രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ഇന്ന് മുതൽ തന്നെ ബില്ലിൽ ആ GSTയുടെ കുറവ് കാണിക്കാൻ പറ്റും. അതേസമയം സാധാരണ റീറ്റെയിൽ കടകളിൽ പോകുന്നവർക്ക് അവർക്ക് GST രജിസ്ട്രേഷൻ നേരത്തെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നേരത്തെ വാങ്ങിച്ചു വെച്ച്, അതായത് അധിക GSTയിലുള്ള വിലയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചു വെച്ച സാധനങ്ങളായിരിക്കും നമുക്ക് വാങ്ങേണ്ടി വരിക. ആ സമയത്ത് നമ്മൾ സാധാരണക്കാരുടെ കടയിൽ പോയിട്ട് ഇന്ന് മുതൽ വില കുറയുമോ എന്ന് ചോദിച്ചാൽ വില കുറഞ്ഞല്ലോ, അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് തരണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ ആ ചെറുകിട കച്ചവടക്കാർക്കൊരു നഷ്ടമുണ്ടാകും. അത്തരത്തിൽ അവർക്ക് കുറച്ച് സാവകാശം വേണ്ടി വരും. പക്ഷേ മാളുകളിലും അതുപോലെ വലിയ വലിയ ഷോപ്പുകളിലും പോയി പർച്ചേസ് ചെയ്യുന്നവർക്ക്, കാറുകൾ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് മുതൽ തന്നെ ഈ GST ഇളവിൻ്റെ പ്രാബല്യത്തിൽ വരും. ആ ഇളവ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ GSTയിൽ ഇളവ് വരുത്തിയത് വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നതെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നത്. ഒരു വർഷം 8,000 മുതൽ 10,000 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന സർക്കാരിനുണ്ടാവും. ഈ GST ഇളവ് പ്രഖ്യാപിച്ചത് വേണ്ടത്ര പഠിച്ചിട്ടല്ല. അതുപോലെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം, ഈ GST ഇളവ് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ സാധാരണക്കാർക്ക് ആ ഇളവ് കിട്ടണം. അതായത് ഇപ്പോൾ ഇത്തരത്തിൽ GST ഇളവ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ ഹോം അപ്ലയൻസസിൻ്റെ അടക്കം വില കുറയും. എന്നാൽ ഈ വില കുറയുന്ന സാഹചര്യത്തിൽ ഈ ഹോം അപ്ലയൻസ് കമ്പനികൾ ഇവരുടെ മോഡൽ മാറ്റിയിട്ട് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം സാധാരണ നിലയിലേക്ക് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന നിലയിലേക്ക് വില ഉയർത്തി അവർക്ക് ലാഭം എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അത്തരത്തിൽ കാര്യങ്ങൾ എത്തരുത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. അതുപോലെ ലോട്ടറിയുടെ കാര്യത്തിലും സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ വരുമാനം ലഭിച്ചിരുന്ന ഒരു സംഭവമാണ് ലോട്ടറി. പക്ഷേ ലോട്ടറിയുടെ വില കുറയുമ്പോൾ, അതായത് ലോട്ടറിയിൽ ടാക്സ് കൂട്ടുമ്പോൾ വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിന് അതിൻ്റെ ടിക്കറ്റിന് വില കൂട്ടാൻ കഴിയില്ല. ടിക്കറ്റിൻ്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ ലോട്ടറിയുടെ വിൽപ്പന കുറയും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ലോട്ടറിയുടെ വില കൂട്ടാൻ കഴിയില്ല. പക്ഷേ നികുതി കൂടുതലായിട്ട് ഈടാക്കേണ്ടി വരും. അത് കേന്ദ്ര സർക്കാരിനായിരിക്കും പോവുക. ഇത്തരത്തിൽ അതുപോലെ ഏജന്റിന്റെ കമ്മീഷൻ കുറയും. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട്. അതേസമയം തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമാണ്. അശ്വതി, അതാണ് കേന്ദ്ര സർക്കാർ എന്തായാലും ഇതിന് വലിയ രീതിയിൽ ഒരു വ്യാപക പ്രചാരണത്തിന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഇളവുകളെ പറ്റി 90% ഉൽപ്പന്നങ്ങൾക്കും വില കുറയുമെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സജീവമായ പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇന്ന് MP-മാർ സ്വന്തം മണ്ഡലങ്ങളിൽ പദയാത്രകൾ നടത്തുന്നുണ്ട്, 2 പദയാത്രകൾ നടത്തുന്നുണ്ട്. ഒപ്പം സ്വദേശി ക്യാമ്പയിനും തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തു തന്നെയായാലും 2 സ്ലാബിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് എന്തു തന്നെയായാലും അത് വലിയ ആശ്വാസമാണ് എന്നുള്ളതിൽ സംശയമില്ല. അതേസമയം
നികുതി വരുമാനം കുറയുമെന്ന ആശങ്കയിലാണ് സംസ്ഥാനം. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, അതാണ് ഈ ഏതൊക്കെ രീതിയിൽ പഠിച്ചതിനു ശേഷമാണോ ഇത്തരത്തിൽ ഈ നികുതി ഇളവുകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്ന ചോദ്യമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തുന്നത്. എവിടെയൊക്കെ ആകും സംസ്ഥാന സർക്കാരിന് ഇതിലുള്ള ഒരു ആശങ്ക വരുന്നത്? പ്രധാനമായും ലോട്ടറിയുടെ നികുതി ഉയരുന്നതാണ് സംസ്ഥാനത്തെ ആശങ്കയിലായത്. നമുക്കറിയാം, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധനാഗമ മാർഗങ്ങളിലൊന്നാണ് ലോട്ടറി വിൽപ്പന. അത് ലോട്ടറി വിൽപ്പന എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയാണ് പൊതുവിലുള്ളത്. നേരത്തെ ഈ GST നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലോട്ടറി വ്യാപാരികളും ഒക്കെ വലിയ കച്ചവടക്കാരുമൊക്കെ വലിയ സംശയങ്ങളും ആശങ്കയുമായി സർക്കാരിനെ സമീപിച്ചിരുന്നു. അതിനൊടുവിലാണ് ഇത്തരത്തിൽ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന സാധ്യതകൾ സർക്കാർ പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സർക്കാർ അത്തരമൊരു തീരുമാനം എടുത്തത്. ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. അത്ര എളുപ്പം ലോട്ടറിയുടെ വില കൂട്ടാൻ സർക്കാരിന് കഴിയുകയുമില്ല. കാരണം മാസങ്ങൾക്ക് മുമ്പാണ് ലോട്ടറി വില വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് വീണ്ടും അത്തരത്തിൽ വർദ്ധിപ്പിച്ചാൽ കച്ചവടം കുറയുമെന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ മെയിലാണ് 40 നിന്ന് 50 രൂപയിലേക്ക് 10 രൂപ ലോട്ടറിയുടെ ടിക്കറ്റ് വില വർദ്ധിപ്പിച്ചത്. വീണ്ടും വർദ്ധിപ്പിക്കുന്നത് വിൽപ്പനയെ സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് ആശങ്ക. അതുകൊണ്ടാണ് വില വർദ്ധിപ്പിക്കാതെ പിടിച്ചെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ഈ ഏജന്റ് കമ്മീഷൻ കുറച്ചും അതുപോലെ തന്നെ സമ്മാനങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവ് വരുത്തിയുമാകും ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ഏതായാലും നിലവിൽ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കേണ്ടത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ലോട്ടറിയുടെ ഈ GST കൂടിയൊക്കെ അറിഞ്ഞായിരുന്നു. എങ്ങനെയാണ്? അറിഞ്ഞില്ല. നിലവിലുള്ളതാണെങ്കിൽ എല്ലാ ആൾക്കാരും എടുക്കും. ഇനി ഇതിൽ 1 രൂപ കൂടിയാലും പ്രൈസ് കുറച്ചാലും എന്നെ പോലുള്ളവരെല്ലാം ആരും എടുക്കില്ല എന്നുള്ള തീരുമാനമാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ 2000-3000 രൂപയ്ക്കൊക്കെ സെറ്റ് എടുക്കണം, ടിക്കറ്റ് എടുക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇതിൽ 1 രൂപ കൂട്ടിയാൽ ഇപ്പൊ തന്നെ 5000 പ്രൈസ് കൂട്ടില്ല എന്ന് പറയുന്നു. ഏജന്റുമാരുടെ കമ്മീഷൻ സമ്മാനത്തിന്റെ എണ്ണം സമ്മാനത്തിന്റെ എണ്ണം കുറച്ചാലും എടുക്കൂല ആരും. എന്താ വെച്ചാൽ 5000 ഇപ്പൊ 18 പ്രൈസ് ഉണ്ട്. അതൊക്കെ 25 ആക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ടും 5 ടിക്കറ്റ് എടുക്കണവർ ഇപ്പൊ 2 എണ്ണം എടുക്കണം. ഇപ്പൊ പ്രൈസ് 5000 18 എന്നുള്ളത് 25 ആക്കേണ്ട സമയം കഴിഞ്ഞു. എന്നാലും അത് ആക്കില്ല. എന്നിരുന്നാലും ഇപ്പൊ ഇതിനെക്കാട്ടി ഇനിയിപ്പോ പ്രൈസ് കുറച്ചു കഴിഞ്ഞാൽ ഈ GST കൂട്ടിയില്ലെങ്കിലും ആൾക്കാർ കച്ചവടത്തിൽ ടിക്കറ്റ് എടുക്കാൻ കുറയും. ഇത്ര ഒരു പ്രതിസന്ധി തന്നെയാണുള്ളത്. ലോട്ടറിയുടെ വില കൂട്ടിയില്ലെങ്കിൽ പോലും സമ്മാന ഘടനയിൽ മാറ്റം വരുത്തുമ്പോൾ സമ്മാനങ്ങളുടെ എണ്ണം താൽക്കാലികമായിട്ട് ഇപ്പോൾ സർക്കാർ തിരുവോണം ബമ്പറൊക്കെ വലിയ രീതിയിൽ വിറ്റുപോകുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആ രീതിയിൽ സർക്കാർ വില കൂട്ടാതെ നോക്കുന്നത്. ഒരുപക്ഷെ ഇത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വില കൂട്ടാൻ സർക്കാർ ശ്രമിച്ചേക്കാം. അല്ലാതെ പിടിച്ചെടുക്കുക എത്രത്തോളം എളുപ്പമെന്ന കാര്യത്തിലാണ് സംശയം സർക്കാർ തന്നെയുള്ളത്. ഏതായാലും നിലവിൽ ലോട്ടറിയുടെ വില കൂട്ടില്ല. ഈ കമ്മീഷൻ, ഏജന്റ് കമ്മീഷനും അതുപോലെ തന്നെ ഈ സമ്മാന ഘടനയിലും എണ്ണത്തിലും ചെറിയ മാറ്റം വരുത്തിയാണ് പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ശരി, വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സദസ്സുകളുടെ ലക്ഷ്യമെന്നാണ് സർക്കാർ വിശദീകരണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. അതിനാൽ പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ വികസന സദസ്സുകൾ ബഹിഷ്കരിക്കും. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ. കോഴിക്കോട് കല്ലാച്ചിയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ പാഞ്ഞെടുത്ത തെരുവ് നായ്ക്കൂട്ടം. തെരുവ് നായ്ക്കൾക്ക് മുന്നിൽ സ്കൂൾ ബാഗ് ഊരിയെറിഞ്ഞാണ് പെൺകുട്ടി ഓടി രക്ഷപ്പെട്ടത്.
കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും ചേരുന്നത്. അനീഷ്, പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ പെൺകുട്ടി ബാഗ് വലിച്ച് എറിഞ്ഞ് അതിനുശേഷവും പെൺകുട്ടിക്ക് പുറകെ നായകൾ ഓടുന്ന ദൃശ്യങ്ങൾ കാണാം. കുട്ടിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോ? അവിടെ തെരുവ് നായ ശല്യം വളരെ രൂക്ഷമാണ് എന്ന് വ്യക്തമാണ് ചിത്രങ്ങളിൽ. നായകൾ ആ ബാഗിന്റെ ഭാഗത്തേക്ക് തിരികെയും മറുവശത്തേക്ക് പെൺകുട്ടി പോവുകയുമായിരുന്നു. ഇതിനുശേഷം ആ CCTV ദൃശ്യങ്ങൾക്കപ്പുറം മുതിർന്നവരെത്തുകയും കുട്ടിയെ സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സമാനമായ നിരവധി സംഭവങ്ങളാണ് അടുത്ത കാലത്ത് തന്നെ കോഴിക്കോട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഈ കുട്ടികൾ തനിച്ച് വിദ്യാർത്ഥികളും മറ്റുമൊക്കെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഈ തെരുവ് നായ്ക്കൾ അവരെ കൂട്ടത്തോടെ ആക്രമിക്കാൻ എത്തുകയും ചില സമയങ്ങളിൽ ഒപ്പമുള്ള ആളുകൾ രക്ഷപ്പെടുത്താറുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾക്ക് തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സംഭവമുണ്ട്. കോഴിക്കോട് ബീച്ചിലൊക്കെ മാരകമായി ഒരു കുട്ടിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഇത്തരത്തിൽ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇവിടെ കൃത്യമായ ഒരു ഇടപെടൽ കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. നായകൾക്ക് മുന്നിലേക്ക് ഈ ബാഗ് ഊരി എറിയുന്നു. അതുകൊണ്ട് തന്നെ ആ ശ്രദ്ധ ബാഗിലേക്ക് പോകുമ്പോൾ മറുവശത്തേക്ക് കുട്ടി പോവുകയും അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. ഒറ്റ നായല്ല, ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം നിരവധി തെരുവ് നായ്ക്കളാണ് തടിച്ച് കൂടി ഒരാൾക്ക് നേരെ വരുന്ന ഒരു സാഹചര്യം. പലപ്പോഴും ഈ സമയോചിതമായ ഇടപെടൽ നടത്താൻ കുട്ടികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ പരിഭ്രാന്തരായി ഓടുകയും മറ്റും ചെയ്യുമ്പോൾ നായ്ക്കൾ പുറകെ പോയി ഇവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്നാലും ഇവിടെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ അല്ലെങ്കിൽ കുട്ടിക്ക് പരിക്കേൽക്കാതെ ആ നായയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ശക്തമാകുന്നതിനിടെ രോഗബാധയുടെ ഉറവിടവുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ തുടരുന്നു. ഈ മാസം ആദ്യം മരിച്ച ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് രോഗം ബാധിച്ചത് എവിടെ നിന്ന് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ കുളിപ്പിച്ച കിണറ്റിലെ വെള്ളത്തിന്റെ പരിശോധനയിൽ രോഗകാരണമായ നെഗ്ലേരിയ ഫൗലേരിയയുടെ സാന്നിധ്യം കണ്ടെത്താനുമായില്ല. കിണറ്റിൽ കണ്ടെത്തിയതാകട്ടെ ബലമുത്തിയ മാൻഡ്രിലാരിസ് എന്ന ബാക്ടീരിയയാണ്. രോഗബാധ സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾ വേണമെന്ന് 3 വയസ്സുകാരന്റെ പിതാവ് സിദ്ദിഖ് ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഏറുന്നതും ഒപ്പം രോഗബാധിതരായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും വലിയ ആശങ്കയാണ് ഉയർത്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഇപ്പോൾ നിലവിൽ 10 രോഗികൾ ചികിത്സയിൽ കഴിയുന്നു. ഇതിൽ 3 പേർ കുട്ടികളാണ് എന്നതാണ് ഏറെ ആശങ്ക ഉയർത്തുന്നത്. ഏറ്റവും ഒടുവിൽ പ്രവേശിപ്പിച്ചത് മലപ്പുറം സ്വദേശിയായ 13 വയസ്സുള്ള കുട്ടിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം മരിച്ച ചാവക്കാട് സ്വദേശിയായ ആൾ താമസിച്ചിരുന്ന അദ്ദേഹം പന്നിയങ്കരയിലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. റഹീം എന്നയാളാണ്. അദ്ദേഹം താമസിച്ചിരുന്ന പന്നിയങ്കരയിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്താണ്. അവിടുത്തെ കിണർ വെള്ളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ വെള്ളത്തിൽ നിന്നാണോ ഈ രോഗം വന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായൊരു ധാരണയില്ല. അദ്ദേഹം ജോലി ചെയ്തിരുന്ന പന്നിയങ്കരയിലെ ഹോട്ടൽ അറ്റകുറ്റപ്പണികൾക്കായി ഏതാണ്ട് 1 മാസം മുമ്പ് അടച്ചിട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് അല്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നു. അദ്ദേഹം മറ്റു പുറത്തെവിടെങ്കിലും പോയി കുളിക്കുകയോ മറ്റോ ചെയ്തോ അല്ലെങ്കിൽ അവിടെ നിന്നാണോ രോഗം വന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തമായൊരു ധാരണയില്ല. എന്തായാലും ഈ വീട്ടിലാണ് അദ്ദേഹം അവശ്യ നിലയിൽ കിടക്കുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പിന്നീട് അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പരിശോധനകൾ നടത്തുകയും സ്ഥിരീകരിക്കുകയും ചെയ്ത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ അയൽവാസികളടക്കം ഇവിടെ ഉണ്ട്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് അയാൾ ബോധം കെട്ട് കിടന്നപ്പോൾ ഇവിടെ അടുത്തുള്ള 2 പേര് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അയാൾ നാട്ടിൽ നിന്ന് ആൾ വന്നു, മകനുണ്ട് അടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഇത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതാണെന്നുള്ളത് അറിയുന്നത്. ടെസ്റ്റിങ്ങിൽ അറിഞ്ഞത്. അതിപ്പോ എവിടെ നിന്നാണെന്ന് വന്നതിനെ കുറിച്ചൊരു ധാരണയും അത് ഇവരിപ്പോ ഹോട്ടലിൽ അടച്ചത് 4-ാം തീയതി അടച്ചതിന് ശേഷം ഇവർ പുറത്തൊക്കെ പോയിട്ടുണ്ട്. പുറത്തു പോയി ഭക്ഷണം കഴിക്കലും പിന്നെ ഉപയോഗമൊക്കെ പുറത്താണ് അധികം. ഇനി നാട്ടിൽ പോയിരുന്നോ എന്നുള്ളതും അറിയാൻ പറ്റില്ല. കാരണം അയാൾ പോകണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഞങ്ങളെ അടുത്തേക്ക് സ്ഥിരമായിട്ട് പോകുന്ന ആ ഹോട്ടലാണത്. അപ്പോൾ അയാളായിട്ട് നല്ല ഒരു കമ്പനിയാണ്. അപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇനി പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ചോദിക്കാൻ കഴിഞ്ഞില്ല. അയാളെ പിന്നെ കാണുന്ന ഈ മരിച്ചെന്നാണ് ശനിയാഴ്ച. ഇതിപ്പോ അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഇവിടെ താമസിച്ച തന്നെ ഒരാൾ കൂടി മരിച്ചിരുന്നു. അതെ, അറ്റാക്കാണെന്നാണ് പറഞ്ഞത്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താന്നുള്ളതൊന്നും നമുക്കറിയില്ല. അവര് വെള്ളിയാഴ്ചയാണ് പോസ്റ്റ്മോർട്ടം കഴിച്ചത്.
ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്? 3 പേരുണ്ടായിരുന്നു. 3 പേരുണ്ടായിരുന്നു. ഇപ്പൊ ഈ കിണറ്റിലെ വെള്ളം ഇവരങ്ങനെ ഉപയോഗിക്കുന്നില്ല? കുറവാണ്. കാരണം ഇവര് ഹോട്ടലിലുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ ഹോട്ടലിൽ തന്നെയാണ്. റെസ്റ്റിന് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. കുളിക്കാനും മറ്റും കോർപ്പറേഷൻ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതാണ് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഓണർ വരെ ഇവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത്. ഏട്ടനനിയന്മാരായിട്ട് 3 പേരുണ്ട്. അവരെല്ലാവരും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന അല്ലേ, ആ വീട്ടിലെ ആളാണ്. ഇതിപ്പോ എന്താണ് ഇപ്പൊ നിങ്ങളൊരു കണക്ക് കൂട്ടുന്നത്? ഈ വെള്ളത്തെ കുറിച്ചുള്ള ഒരു ആശങ്ക ഉണ്ടോ നിങ്ങൾക്ക്? ആശങ്ക ഇല്ലാന്നില്ല, പക്ഷെ ഒന്നും ഉറപ്പ് പറയാനായില്ല. മറ്റേ ഇപ്പൊ ഇന്നത്തെ മാതൃഭൂമിയിൽ പിന്നെ ഇപ്പൊ ഒരാൾ മരിച്ചത് മറ്റേ ന്യൂമോണിയ ആണെന്നാണ് പറയുന്നത്. അതെ. അപ്പം എന്താണ് കറക്റ്റ് എന്താണെന്ന് അറിയില്ല. പക്ഷെ അയാൾക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിശോധനയിൽ. ഈ രോഗമുണ്ട്, പക്ഷെ മറ്റു ചില രോഗങ്ങൾ കൂടി ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ശരി. ഇതിപ്പോ ഒരാഴ്ച മുമ്പല്ലേ അടുത്ത ഒരാൾ ഒരാഴ്ച മുന്നേ. അയാൾക്ക് എന്താന്നായിരുന്നു അന്ന് പറഞ്ഞ അറ്റാക്ക് പോലെ വന്നിട്ട്? അറ്റാക്ക് അല്ലേ? അറ്റാക്കല്ല, നെഞ്ഞുവേദന ഉണ്ട്. അത് ഒരു 10 ദിവസം മുന്നേ പറയുന്നുണ്ട്, അയാൾ ഹോട്ടലിൽ പറയുന്നുണ്ട് നെഞ്ഞുവേദന ഉണ്ട്. ഇനിയിപ്പം പിന്നെ എപ്പോഴാണ് എന്താണെന്നറിയില്ല. അയാൾ ഒറ്റയ്ക്കാണ്. അജ്ഞാത മൃതദേഹം എന്ന് പറഞ്ഞിട്ട് 14 ദിവസം കഴിഞ്ഞിട്ടേ വിട്ടുകൊടുക്കുള്ളൂ എന്ന് പോലീസുകാർ ഇവിടെ നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ നാട്ടുകാരൊന്നും അയാളെ കോട്ടയത്തുകാരനാണെന്നുള്ള അയാൾക്കറിയാം, പക്ഷെ ആരാണ് എന്താണെന്നൊന്നും അയാൾക്ക് എവിടെയാണെന്നൊന്നും അയാൾക്ക് അറിയില്ല. അയാളുടെ കാര്യത്തിലും എന്താണ് സംഭവിച്ചെന്നൊരു വ്യക്തതയില്ല. ഈ അസുഖം തന്നെയാണോ മറ്റാണെന്നും അറിയില്ല. ഇതിപ്പോ എങ്ങനെ ഈ കോർപ്പറേഷൻകാരും ആരോഗ്യവകുപ്പൊക്കെ വന്നിരുന്നു ഇവിടെ കിണറുകളൊക്കെ? ഇന്നലെ വന്ന് ബ്ലീച്ചിങ് പൗഡറൊക്കെ വെച്ചു, എല്ലാം പരിശോധിച്ച് എല്ലാതും പരിശോധിച്ചിട്ടാണ് അവർ പോയത്. പിന്നെ ഇനിയിപ്പോ നാളെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഒരു വലിയ ഒരു ആശങ്ക ഉണ്ടല്ലേ, കാരണം ഏത് മാർഗത്തിലൂടെ ഇത് വരുന്ന ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ കുളത്തിൽ കുളിക്കുന്നവരിലാണ്, അല്ലെങ്കിൽ അഴുക്കുവെള്ളത്തിൽ കുളിക്കുന്ന ഇവിടെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ കുറച്ച് കേൾക്കുന്നുള്ളൂ, നിലവിൽ അറിവ് വെച്ചിട്ട്. ഇനിയിപ്പോ വേറെ സ്ഥലത്തുനിന്ന് റിപ്പോർട്ടില്ലല്ലോ, വേറെ സ്ഥലത്തുനിന്ന് റിപ്പോർട്ടിംഗ് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ എന്ന് പറഞ്ഞാല് പരിസരത്ത് ഇപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്, വേറെ കുളമുണ്ട്. ഇവിടെ തിരുവണ്ണൂർ 4 കുളം അടുപ്പിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഡെയിലി എല്ലാവരും കുളിക്കുന്ന ഏരിയയാണ്. പക്ഷെ അവിടെ ഒന്നും ഇതുവരെ ഇങ്ങനത്തെ ഒരു രോഗം സ്ഥിരീകരിച്ചില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി ഇവർ വേറെ എവിടെ പോയി കുളിച്ചോ ഇല്ലേ എന്താന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടിലുള്ള ലൊക്കാലിറ്റിയിലുള്ള കിണറിൻ്റെതാണെങ്കിൽ ഇവിടെ മാത്രം എന്താ അറിയില്ല, പക്ഷെ അത് അങ്ങനെ വരാൻ ചാൻസിൽ കുറവല്ലേ. പ്രതിരോധ ശേഷി അനുസരിച്ചിരിക്കും എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. എന്താണ് സംഭവം, അല്ലെങ്കിൽ നേരത്തെ ആൾ മരിച്ചത് എങ്ങനെയാണെന്നൊക്കെയുള്ള പരിശോധനയിൽ തെളിയിട്ട്. എന്തായാലും ഒരു ആശയക്കുഴപ്പമുണ്ട് ആളുകളിൽ. കാരണം ഇതെവിടെ നിന്നാണ് രോഗം വരുന്നത്? ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ശശി എന്ന ഈ റഹീമിനൊപ്പം നേരത്തെ താമസിച്ച ഹോട്ടൽ ജീവനക്കാരനായ അയാൾ ഒരാഴ്ച മുമ്പാണ് മരിച്ചത്. പെട്ടെന്ന് കുഴഞ്ഞു വീണ ശേഷം, അല്ലെങ്കിൽ ഈ ഹൃദയ ആഘാതമാണ് എന്ന ഒരു വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അമീബിക് മസ്തിഷ്കജ്വരം അടക്കമുള്ള പരിശോധനകൾ നടത്തിയില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ റഹീമും മരിക്കുന്നത്. പക്ഷേ ഈ കിണറ്റിലെ വെള്ളം സാമ്പിൾ ശേഖരിച്ചിരിക്കുന്നു. സമീപപ്രദേശങ്ങളിലൊന്നും ഇത്തരത്തിൽ രോഗം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലക്ഷണങ്ങളോടുകൂടിയ ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ പൊതുകുളങ്ങൾ, നീന്തൽ കുളങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചെങ്കിൽ ഇപ്പോൾ കിണറുകളിലേക്കും അല്ലെങ്കിൽ പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നതിലുമൊക്കെ രോഗബാധ എത്തുന്നതെന്നാണ് ഏറെ ആശങ്ക നൽകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ആകെ നോക്കിയാൽ പലയിടങ്ങളിൽ നിന്ന് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന രോഗികളാവട്ടെ കാസർഗോഡ്, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള രോഗികളാണ് താനും. എന്തായാലും കൃത്യമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. പൊതു കുളങ്ങളടക്കമുള്ളവ നശീകരണം വരുത്താനുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാവണം എന്നൊക്കെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോട്ടയം കടുത്തുരുത്തിയിൽ ലാറ്റക്സ് ഫാക്ടറിയിലെ മാലിന്യ പ്രശ്നം കാരണം ദുരിതത്തിലായി നാട്ടുകാർ. ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. സമരസമിതിയുടെ നേതൃത്വത്തിൽ ഫാക്ടറി വളയൽ സമരം നടത്തി. കടുത്തുരുത്തി പഞ്ചായത്ത് 8-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന നീരാക്കൽ ലാറ്റക്സ് ഫാക്ടറിക്കെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മാലിന്യം ജനജീവിതം താറുമാറാക്കിയതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്. കളക്ടറുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് ഫാക്ടറിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. ഇതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്.
അടച്ചുപൂട്ടാൻ മടി കാണിച്ചാൽ അടച്ചു ഞങ്ങൾ പൂട്ടിക്കും. അമ്മമാർ പറയുന്നു. പറമ്പ്രം പരിസ്ഥിതി സംരക്ഷണ സമിതി, ഗ്രാമവികസന സമിതി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് രണ്ടാം ഘട്ട സമര പരിപാടിയുടെ ഭാഗമായി ഫാക്ടറി വളയിൽ സമരം സംഘടിപ്പിച്ചത്. മുട്ടിച്ചിറ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയാണ് നാട്ടുകാർ ഫാക്ടറി വളഞ്ഞത്. മലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ ഫാക്ടറിയുടെ പ്രവർത്തനം തടയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഫാക്ടറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നേരത്തെ ജില്ലാ കളക്ടർക്കും നാട്ടുകാർ ഭീമഹർജി കൈമാറിയിരുന്നു. പ്രദേശത്തെ കിണറുകൾ മലിനപ്പെട്ട് കുടിവെള്ള പ്രതിസന്ധിയും രൂക്ഷമാണ്. പഞ്ചായത്ത് തലം മുതൽ മുഖ്യമന്ത്രി വരെയും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ഇതോടെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കോട്ടയം. ആചാരപ്പെരുമയോടെ അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കണ്ടം നടയിൽ നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ഈ ചടങ്ങ് മുറതെറ്റാതെ പാലിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആചാരം കൂടിയാണ്. പന്തീരടി പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നുള്ള വിളക്ക് തെളിയിച്ച് കളത്തുംചാലിക്കൽ കർഷക കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ഇളനീർ വെട്ടിയാടി. ശേഷം ആദ്യ നടീലിനുള്ള ഞാറ്റുമുടി എക്സിക്യൂട്ടീവ് ഓഫീസർ M വേണുഗോപാലിന് കൈമാറി. അദ്ദേഹം ഞാറ് നട്ടതോടെ നടീലിന് തുടക്കമായി. തുടർന്ന് വിശ്വാസികളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥനകളോടെ കണ്ടത്തിലിറങ്ങി ഞാറുനട്ടു തുടങ്ങി. വലിയ കണ്ടം നടീലിന്റെ ഭാഗമാകുന്നതിലൂടെ പ്രാർത്ഥനകൾ സഫലമാകുമെന്നാണ് വിശ്വാസം. ഒട്ടേറെ ഐതിഹ്യങ്ങളുണ്ട് ഭഗവതി കണ്ടം നടീലിന് പിന്നിൽ. ഇതൊരു വഴിപാടെന്നുള്ള നിലയ്ക്കാണ് മുഴുവൻ ആളുകളും ഈ കണ്ടം നടണമെന്ന് ഇവിടെ വരുന്നത്. പല പല കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, കാരണം കുട്ടികളില്ലാത്തതിന് വേണ്ടി, കാരണം അവർ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുട്ടികളുണ്ടാവുന്നുള്ളൊരു ഉദ്ദേശശുദ്ധി, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അതുകൊണ്ടാണ്, കാരണം കൂടുതലും ആളുകൾ നമ്മൾ ഈ നടീൽ സമയത്ത് ഇവിടെ വന്ന് ഒരു ഭഗവതിക്കൊരു അർച്ചന എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇവിടെ ഒരു മുടി ഞാറുവട് നട്ട് പോകുന്നത്. തിരിഞ്ഞു പന്തീരടിക്ക് മുമ്പായി വലിയ കണ്ടം നടയിൽ പൂർത്തിയാക്കി. തുടർന്ന് കർഷക കുടുംബാംഗങ്ങൾ വടക്കേ നടയിൽ ചവിട്ടുകളി നടത്തി. ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കാണ് ഭഗവതി കണ്ടത്തിലെ നെല്ല് ഉപയോഗിക്കുന്നത്. ഈ നെല്ലാണ് ക്ഷേത്രത്തിൽ അടുത്ത വർഷം നിറപുത്തരി ദിവസം പായസത്തിനും എടുക്കുക. ന്യൂസ് 18 മലപ്പുറം. ഇനി നമ്മളൊരു സിനിമാ വാർത്തയിലേക്കാണ് പോകുന്നത്. ദൃശ്യം 3യുടെ പൂജാ ചടങ്ങുകൾക്ക് കൊച്ചിയിൽ തുടക്കമാവുകയാണ്. ഇപ്പോൾ ശ്രീജിത്ത് ജോസഫ് ന്യൂസ് 18നോട് സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ. നമ്മളത് ചെയ്തു, ഓഡിയൻസ് നന്നായിട്ട് എടുത്തു. അന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഞങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കിട്ടിയത് കോവിഡ് സമയമായതുകൊണ്ട് ഒത്തിരി പേര് വിചാരിച്ചു ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ പണി ഒന്നും ഇല്ലാതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് തട്ടിക്കൂട്ടി എഴുതി, അങ്ങനെയുള്ള കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു താഴെ റിലീസിന് മുമ്പ്. അതുകൊണ്ട് ആരും വലിയ പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ 2 അത് നന്നായി വന്നപ്പം ഇപ്പൊ 3 എന്ന് പറയുമ്പോൾ ആൾക്കാർ വേറെ ലെവലിലേക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞ അവിടെയാണ് പ്രോബ്ലം. ആ ഒരു ലെവലിലേക്കൊന്നും പ്രതീക്ഷിക്കാതെ 2ന് മുകളിലുള്ള സിനിമ, 1ന് മുകളിലുള്ള അതിന്റെ കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റിംഗ്, അങ്ങനെയല്ല. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു, അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ആ നമ്മൾ 1ൽ പറഞ്ഞത് കഴിഞ്ഞിട്ട് ഒരു 6 വർഷം കഴിഞ്ഞിട്ടുള്ള അവരുടെ ലൈഫായിരുന്നു 2ൽ കാണിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 4 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പം പ്രസന്റ്ലി അവരുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടോ, അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ആ കുടുംബത്തിന്റെ കുറച്ചൊരു ഇമോഷണൽ ആംഗിളിലൂടെ കാണുന്ന ഒരു സിനിമയായിരിക്കും ഇത്. മെമ്മറീസ് എന്ന് പറയുന്ന ചിത്രം, അതിൽ ഈ ഫാമിലി ബോണ്ടിങ് അത് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അതിനെ ഒപ്പം സമരസമായി നിർത്തിക്കൊണ്ട് ഒരു ക്രൈം പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് താങ്കൾ അടയാളപ്പെടുത്തുന്നു. പിന്നീട് ഇതിലേക്ക് വരുമ്പോഴേക്കും ഇതൊരു ഫാമിലി ഡ്രാമ എന്നല്ല, അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ നിൽക്കുന്ന ഒരു ചെറുത്തുനിൽപ്പ് കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഇതെന്താണ്, ഫാമിലി ആണോ ത്രില്ലറാണോ? ഞാൻ അത് വിശ്വസിക്കുന്നത് ഇതൊരു ഫാമിലി ഡ്രാമ ആയിട്ടാണ്. കാരണം അതിനകത്തൊരു ക്രൈം വന്നു, ക്രൈമിനകത്ത് ആ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ അയാൾ ശ്രമിക്കുന്നു. അപ്പുറത്ത് വേറൊരു ഫാമിലി, ആ ഫാമിലിയുടെ മകൻ മിസ്സിംഗ് ആണ്, അവർക്കും ഉണ്ട് റൈറ്റ് അവരുടെ മകൻ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ 2 ഫാമിലി തമ്മിലുള്ള എന്റെ ഈ ദൃശ്യം 3യുടെ തോട്ട് തന്നെ വന്നത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ്. അത് അതിനകത്ത് മേർഡർ ഒന്നും ഇല്ലായിരുന്നു.
അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സിറ്റുവേഷൻ പറഞ്ഞു ഞാൻ 2 ഫാമിലിയുടെ ഭാഗത്തും ന്യായമുണ്ട്, ശരിയുണ്ട്, തെറ്റുണ്ട്, ഇത് ആരോട് നിൽക്കുമെന്ന് അറിയാമല്ല. അതാണ് എന്നെ അന്ന് സ്ട്രൈക്ക് ചെയ്തത്. അവിടുന്നാണ് ഇത്. അതും ഒരു വീട്ടിലെ പയ്യനും വേറൊരു വീട്ടിലെ പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടുന്ന് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഇത് വർക്ക് ചെയ്തപ്പോഴും എപ്പോഴും ഫാമിലി എന്നൊരു ആംഗിളിൽ തന്നെ ഞാനത് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഫാമിലി ഡ്രാമയാണ്. പക്ഷെ അതിനകത്ത് ഇങ്ങനത്തെ കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് എന്താ പറയുക അമ്പരിപ്പിച്ച അല്ലെങ്കിൽ വിസ്മയിപ്പിച്ച അല്ലെ ആ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് കൊടുത്തപ്പോൾ ആൾക്കാർ അതിനെ വേറെ തലത്തിലേക്ക് വെച്ചു. ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു, മർഡറും ഇൻവെസ്റ്റിഗേഷനൊക്കെ വന്നപ്പോൾ ഞാൻ അന്നും ഇന്നും പറയുന്നു ഇതൊരു ഫാമിലി ഡ്രാമയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് കഴിയുമ്പോൾ പുതിയൊരു രീതിയിൽ ആൾക്കാർ ഫാമിലി ത്രില്ലർ അങ്ങനെയെങ്കിൽ അങ്ങനെ, അല്ലാതെ ഇതൊരു പ്യുവർ ത്രില്ലർ സിനിമയായിട്ട് മെമ്മറീസ് കുറച്ചുകൂടി ഒരു പ്യുവർ ത്രില്ലർ സിനിമയായിരുന്നു. ആ ഒരു പാറ്റേൺ അങ്ങനത്തെ ഒരു സിനിമയല്ല ഇത്. ഇതിൽ പല ഭാഷകളിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്യപ്പെടുകയെല്ലാം തന്നെയുണ്ട്. മലയാളത്തിൽ നിന്ന് ഒരുപക്ഷെ ഇത്രയേറെ മറ്റുള്ളവർ അഡാപ്റ്റ് ചെയ്തൊരു ചിത്രം ഉണ്ടാവില്ല. അവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇതിന്റെ ഒപ്പം നിൽക്കുന്ന സഞ്ചരിക്കുന്ന ഒരാൾ വലിയ സന്തോഷം തരുന്നൊരു കാര്യം. നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഇത് ചൈനയിൽ പോയി, ഇപ്പൊ കൊറിയയിലെ ഷൂട്ട് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു, ശ്രീലങ്കയിൽ ഇത് ചെയ്തു, പിന്നെ ഫിലിപ്പീൻസിൽ ഇപ്പൊ ലാൽസാർ ഇന്ന് അവിടെ എന്തോ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പം ഇങ്ങനെ 2 ദിവസം മുമ്പ് വന്നെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വേറെ ഏതോ ഒരു 1-2 ലാംഗ്വേജിലൂടെ ഇന്ത്യക്ക് പുറത്ത് തന്നെ പോയി. നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ തന്നെ അത് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ റീമേക്ക് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സിനിമ അതും ഈ പോയ റീമേക്ക് ചെയ്തെടുത്തെല്ലാം വൻ വിജയമായിരുന്നു. പ്രത്യേകിച്ചും ചൈനയിൽ അത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം തീർച്ചയായിട്ടും കാരണം അതിന്റെ കാരണം വെച്ചാൽ ഈ സബ്ജക്റ്റിന് ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്. അപ്പൊ അതാണ് സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരു സിനിമ അങ്ങനെ അവിടെ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം. ഇടയ്ക്കെന്ന് ചോദിച്ചോട്ടെ, ഇതിൽ പലപ്പോഴും ദൃശ്യം മോഡൽ എന്ന് പലപ്പോഴും പല ക്രൈം വാർത്തകളിലേക്കൊക്കെ വരുമ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകം അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, കാരണം വെച്ചാൽ ഇതിനു മുമ്പ് ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പ് ഇതുണ്ടായിട്ടുണ്ട്. കാരണം ഒരു ക്രൈം ചെയ്താൽ എല്ലാവരും ഇത് മറച്ചു വയ്ക്കും. ദൃശ്യം അതിനെ ചെയ്തുള്ളൂ. അത് മറച്ചു വെക്കുന്ന രീതിക്ക് പിന്നെ ഇതിന്റെ അടിയിലൊക്കെ കൊണ്ടുപോയിട്ട് അതിനൊരു സമാനം വരുന്നുണ്ട്. എത്ര ഇവിടെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ക്രൈം റിപ്പോർട്ട് ചെയ്ത് നടന്നിട്ടുണ്ട്. എത്ര പേര് വന്ന് അത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും മറച്ചു വെക്കാനല്ലേ ശ്രമിച്ചേക്കുന്നത്. ഒന്നെങ്കിൽ കത്തിച്ച് കളയും, അല്ലെങ്കിൽ കുഴിച്ചിടും. ഇതൊക്കെ തന്നെയുള്ളൂ. പക്ഷെ അതിലെ കെട്ടിടത്തിനടിയിൽ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ ചില സമാനതകൾ വന്നപ്പോഴും അങ്ങനെ ചില സമാനത വന്നപ്പോൾ ദൃശ്യം മോഡൽ അങ്ങാക്കി. അത്രേ ഉള്ളൂ. അതിനിപ്പോൾ നാളെ വേറൊരു ടൈപ്പ് വരുമ്പോൾ ഈയിടെ വേറൊരു പടം ഇറങ്ങി, ബേസിലിന്റെ ഒരു പടം ഇറങ്ങിയപ്പം അതിന് സമാനമായ രീതിയിൽ ഒരു പറഞ്ഞപ്പം ആ സിനിമയുടെ പറഞ്ഞു ആ മോഡൽ എന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കി. അത്രേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഞാനിപ്പം അതിനോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. 3 എന്ന് പറയുമ്പോൾ 4 എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ആദ്യം 3 തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. എല്ലാ ആശംസകളും. താങ്ക് യു. അദ്ദേഹം മുഴുവൻ പ്രതീക്ഷകളും കാര്യങ്ങളും എല്ലാം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അമിത പ്രതീക്ഷകളില്ലാതെ തിയേറ്ററിലേക്ക് വരിക, അതാണ് അദ്ദേഹം പറയുന്നത്. ഒരു കുടുംബത്തിന്റെ കഥയാണ്. ജോർജ് കുട്ടിയും കുടുംബവും 3ാം വരവിന് തയ്യാറെടുക്കുന്നു എന്നത് തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ശരി, എന്തായാലും ദൃശ്യം 3യിൽ വലിയ പ്രതീക്ഷയിലാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒന്നിച്ചുള്ള യാത്ര, മോഹൻലാൽ സാറിന്റെ കൂടെ ചേർന്ന് നിന്ന് ഇത്രയും വർഷം ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമുള്ളതാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഒരുപാട് പേരുടെ സ്നേഹം, ഒരുപാട് പേരുടെ സംസാരം, മോഹൻലാൽ സാറിന് ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളും ശരിക്കും അത് മലയാള ഭാഷയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്ന് ദൃശ്യം 3 എന്ന സിനിമ തുടങ്ങുകയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം ഇത് ദൃശ്യം 1 കഴിഞ്ഞതിന് ശേഷം 2 ഞാനും ജിത്തു ഒക്കെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ട് ചോദിച്ച്, ജിത്തു ഇത് നമുക്ക് 2ാം ഭാഗം ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഒരു സമയത്ത് അത് ഒരു ഭാഗ്യം പോലെ ഉണ്ടായി. അതും ജനങ്ങൾ അതിയായ സ്നേഹത്തോടെ സ്വീകരിച്ചു. അതിനുശേഷവും ദൃശ്യം 3 എന്ന സിനിമയുടെ ചിത്രീകരണം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ സമയത്ത് അത് തുടങ്ങാൻ പറ്റുന്നു. ലാൽ സാറിന് ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് അത് സംഭവിക്കുന്നു, തുടങ്ങാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ആശീർവാദ് സിനിമാസിന്റെ ദൃശ്യം 3 എന്ന സിനിമ ഇന്ന് തുടങ്ങുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. മുൻപ് നമ്മളെ ആശീർവാദിനെ, മോഹൻലാൽ സാറിനെ നമ്മളെയൊക്കെ സ്നേഹിച്ച പോലെ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് പറയുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ട്. അതിനെയും ഈ സമയത്ത് ഓർക്കുന്നു.
എന്തായാലും ആരാധകരും കാത്തിരിക്കുകയാണ് ദൃശ്യം 3-ക്കായി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത്ത് ചേരും. നമസ്കാരം.